നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നെന്മാറയിലെ നാടിനെ നടുക്കിയ ഒരു ഇരട്ട കൊലപാതകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊലപാതകം നടന്ന മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും പ്രതിയെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് അമ്മയെയും മകനെയും വെട്ടിക്കൊന്ന് ചെന്താമര എന്ന് പറയുന്ന പ്രതി പക തീർക്കുമ്പോൾ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് പ്രതി എങ്ങനെ പുറത്തിറങ്ങി എന്നതാണ്. അമ്മ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് വെട്ടേറ്റു മരിച്ചത്. ചെന്താമര ആരെയെങ്കിലും കൊല്ലുമെന്ന് ഭീതി നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇത് പോലീസിനെയും അറിയിച്ചിരുന്നു. ഇത് മനസ്സിലായതോടെ ചെന്താമരനെ പക കൂടുകയായിരുന്നു. ഈ പകയാണ് വീണ്ടും പോത്തുണ്ടിയെ ഞെട്ടിക്കുന്ന കൊലയായി മാറുന്നത്. കൊലപാതകിക്ക് ജാമ്യം കിട്ടിയതാണ് ഇതിനെല്ലാം വഴിയൊരുക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതിയായ ചെന്താമര നേരത്തെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. 2019 നടന്ന കേസിൽ ചെന്താമര ജയിലിലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത്. ജയിലിൽ പോകുമ്പോൾ തന്നെ പലവിധ ഭീഷണി ഇയാൾ ഉയർത്തിയിരുന്നു. അറസ്റ്റിലായ ശേഷമാണ് നാട്ടിൽ ഭീതി ഉണ്ടായത്. വീണ്ടും ആരോ ജാമ്യത്തിൽ ഇറക്കി. അങ്ങനെ നാട്ടിലെത്തിയപ്പോൾ തന്നെ ഭീതി വീണ്ടും ഉയർന്നു. നാട്ടുകാർ ഒപ്പിട്ട നിവേദനം പോലീസിനും പഞ്ചായത്തിനും നൽകി. സുധാകരനെയും അമ്മയെയും വെട്ടിയത് ചെന്താമരയാണെന്ന് നാട്ടുകാർ പറയുന്നത്. ഈ കുടുംബത്തെ വകവരുത്തുമെന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ചെന്താമര പറഞ്ഞിരുന്നു. ഇയാൾ ഒരു സൈക്കോയുമായിരുന്നു. ഇതുകൊണ്ടാണ് പോലീസിൽ പരാതി കൊടുത്തതും. പക്ഷെ പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല. എത്രയും ക്രൂരനായ വ്യക്തിക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന ചോദ്യവും സജീവമാണ്. ഇപ്പോഴും ഭാര്യയും മകളും ചെന്താമരയുമായി പിണങ്ങിയാണ് കഴിയുന്നത്. ഇവരെയും മുമ്പ് ചെന്താമര ആക്രമിച്ചിട്ടുണ്ട്. സുധാകരൻ തിരുപ്പൂരിൽ ജോലി സ്ഥലത്തും മക്കൾ സ്കൂളിലും പോയ സമയത്തായിരുന്നു 2019 സജിതയെ ചെന്താമരൻ വെട്ടിക്കൊന്നത്. ഭാര്യയും കുട്ടിയുമായി പിരിഞ്ഞു കഴിയുന്ന പ്രതി കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം സജിതയുൾപ്പെടെയുള്ള അയൽവാസികളാണ് എന്ന ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് സ്ഥലത്ത് ആളുകളൊന്നുമില്ലാത്ത സമയം നോക്കി സജിതയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തിയത്. അന്വേഷണത്തിൽ തെളിവുകളും നാട്ടുകാരുടെ മൊഴികളും പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അങ്ങനെയാണ് ചെന്താമര കുടുങ്ങിയത്. അന്ന് സജിതയെ കൊലപ്പെടുത്തിയ ശേഷം പോത്തുണ്ടിയുടെ പരിസര പ്രദേശങ്ങളിലും സമീപത്തെ മലകളിലും വനത്തിലും പോലീസ് സംഘങ്ങളായി തിരഞ്ഞിട്ടാണ് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. അന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കുടുംബ പ്രശ്നങ്ങൾക്കും ഭാര്യയും കുട്ടിയും പിണങ്ങിപ്പോയതും അയൽവാസിയായ സജിതയ്ക്കും മറ്റു ചില അയൽവാസികൾക്കും പങ്കുണ്ട് എന്നുള്ള ധാരണയിലുള്ള വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഇതേ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയും ചെന്താമരൻ വധിച്ചത്. ഇവരെ കൊല്ലാനാണ് ജാമ്യത്തിൽ ഇറങ്ങിയതെന്നും സൂചനകളുണ്ട്. സജിതയുടെ കുടുംബത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് മുമ്പും ചെന്താമര പറഞ്ഞിരുന്നു. സജിതയെ കൊന്ന കേസിൽ വിചാരണ തടവുകാരനായിരുന്നു ചെന്താമര. ഇതായാലും പ്രതിക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്.